ഹായ്, ടെക്ലുട്ടാപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് TP-Linkൻ്റെ ആർച്ചർ C6 എന്ന് പറഞ്ഞൊരു AC1200 റൗട്ടറിനെ കുറിച്ചിട്ടാണ്. ഒരു 3000 രൂപയിൽ താഴെയാണ് ഈ റൗട്ടറിൻ്റെ വില വരുന്നത്. ചില സമയത്ത് 2600 തൊട്ട് 2700 അങ്ങനെ ഒരു റേഞ്ചിൽ, പ്രൈസ് റേഞ്ചിൽ മാറി ഇത് വരുന്നുണ്ട്. ലോകത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള റൗട്ടർ നിർമ്മാതാക്കളാണ് TP-Link. അതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി, അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, പിന്നെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന യൂസർ ഇൻ്റർഫേസ്. ആർച്ചർ C6 കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, എന്നാൽ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ മോഡേൺ ആണ്, പക്ഷേ വളരെ സിമ്പിളുമാണ്. ചില റൗട്ടറിനൊക്കെ ഉണ്ടാവും ഒരു സ്പേസ് ക്രാഫ്റ്റ് ടൈപ്പ് ഡിസൈനൊക്കെ ഉണ്ടാവും. ഇതിന് അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്, പക്ഷേ മോഡേൺ ആണ്. അത്യാവശ്യം നല്ലൊരു റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ആർച്ചർ C6 എടുക്കാൻ തീരുമാനിച്ചത്. അതിന് മുമ്പ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ വേറെ റൗട്ടറും കൂടി ഉണ്ടായിരുന്നു. TP-Linkൻ്റെ തന്നെ C50 എന്ന് പറഞ്ഞ ഒരു റൗട്ടർ ആയിരുന്നു അത്. ആ ഒരു റൗട്ടറും ഒരു AC ഡ്യുവൽ ബാൻഡ് റൗട്ടർ തന്നെയാണ്. ഈ ഡ്യുവൽ ബാൻഡ് റൗട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം 2 ഫ്രീക്വൻസികളിൽ വർക്ക് ചെയ്യുന്ന റൗട്ടറുകളെയാണ് ഈ ഡ്യുവൽ ബാൻഡ് റൗട്ടറുകൾ എന്ന് പറയുന്നത് കേട്ടോ. AC, AX, ഡ്യുവൽ ബാൻഡ്, അതുപോലെ Wi-Fi5, Wi-Fi6 ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. Wi-Fi സ്റ്റാൻഡേർഡ്സ് ആണ് ആ വീഡിയോയുടെ പേര്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ടൈംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം അതും കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ 2 റൗട്ടറുകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം TP-Linkൻ്റെ തന്നെ ആർച്ചർ C50 എന്ന് പറഞ്ഞതും, പിന്നെ ഈ നമ്മളിപ്പോൾ കാണുന്ന ആർച്ചർ C6 എന്ന് പറഞ്ഞതും. ഇതിൽ ഈ ആർച്ചർ C50 ഞാൻ എടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ഈതർനെറ്റ് പോർട്ടുകൾ ഗിഗാബൈറ്റ് ഈതർനെറ്റ് പോർട്ടുകൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു 4K TVയോ പ്ലേ സ്റ്റേഷനോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് സ്റ്റോറേജോ ഒക്കെ വയർഡ് ആയിട്ട് നമ്മുടെ റൗട്ടറായിട്ട് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗിഗാബിറ്റ് ഈതർനെറ്റ് പോർട്ടുകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈതർനെറ്റ് പോർട്ടുകളെ അപേക്ഷിച്ച് ഗിഗാബിറ്റ് ഈതർനെറ്റ് പോർട്ടുകൾക്ക് ഫയൽ ട്രാൻസ്ഫർ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഗിഗാബിറ്റ് ഈതർനെറ്റ് പോർട്ടുകളാണ് നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർച്ചർ C50 ആയിട്ട് ഈ ആർച്ചർ C6 ഏകദേശം ഒരു 500 രൂപയുടെയൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അത്രയും ഒരു വിലയുടെ വ്യത്യാസത്തിൽ നമുക്ക് ഈ ഈതർനെറ്റ് പോർട്ടുകൾ ഗിഗാബിറ്റ് ഈതർനെറ്റ് പോർട്ടുകൾ നഷ്ടമായി പോകുന്നത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ആർച്ചർ C6 എടുക്കാനുള്ള കാരണം. ആർച്ചർ C6 എന്ന് പറയുന്നത് AC1200 സീരീസിലുള്ള റൗട്ടറാണ്. അതായത് ഇതൊരു Wi-Fi5 കാറ്റഗറിയിൽ പെടുന്ന റൗട്ടറാണ്. ഇതിൽ 2 ബാൻഡുകളാണ് വർക്ക് ചെയ്യുക. അതായത് 2.4 GHz അതുപോലെ തന്നെ 5 GHz. 2.4 GHz-ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 400 Mbps ഒക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ 5 GHz-ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 876 Mbps-ഓളം സ്പീഡും പറയുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് ആയാലും അതുപോലെ സ്ട്രീമിംഗ് ആയാലും നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും പേടിക്കേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്നത് WPA3 സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആരും നിങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്യുന്നത് പേടിക്കണ്ട. കവറേജിൻ്റെയും കണക്ടിവിറ്റിയുടെയും കാര്യം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൂസ്റ്റഡ് വൈഫൈ കവറേജ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കവറേജ് എനിക്ക് നോർമലായിട്ട് തന്നെ ഫീൽ ചെയ്തുള്ളൂ, വലിയ മെച്ചൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതിൽ ബീം ഫോമിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിഗ്നൽ സ്ട്രെങ്ത് വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിന് പറ്റുന്നുണ്ട്. മൂമിമോ ഇതിൽ സപ്പോർട്ട് ചെയ്യും. മൾട്ടിപ്പിൾ യൂസർ, മൾട്ടിപ്പിൾ ഇൻപുട്ട്, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്നാണ് സംഭവം. അതായത് നമുക്ക് ഒരേ സമയം ഒരുപാട് ഡിവൈസുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഒരുപാട് ഡിവൈസുകൾ ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അത് ശരി തന്നെയാണ്. ആർച്ചർ C6ൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഡിവൈസ് ഒരുമിച്ച് കണക്ട് ചെയ്താലും പ്രത്യേകിച്ച് ലാഗ് ഒന്നും ഫീൽ ചെയ്യണില്ല. ബാക്കി ഫീച്ചറുകൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർച്ചർ C6 വേണമെന്നുണ്ടെങ്കിൽ ഒരു ആക്സസ് പോയിന്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്മാർട്ട് റോമിംഗ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിരുന്നാലും അതിന് ഇൻട്രപ്ഷൻ ഒന്നും വരില്ല, നല്ല രീതിക്ക് സ്ട്രീമിംഗ് നടക്കും. പിന്നെ വൺ മെഷിൻ്റെ സപ്പോർട്ട് ഉണ്ട്. വൺ മെഷ് എന്ന് പറയുന്നത് TP-Linkൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഡർ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് വൺ മെഷിൻ്റെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗർ ചെയ്യാനുള്ള എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ റൗട്ടേഴ്സ് കോൺഫിഗർ ചെയ്യുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതിന് iOS-ലും ആൻഡ്രോയിഡിലും അതിനുള്ള ആപ്പ് അവൈലബിൾ ആണ്. TP-Linkൻ്റെ ടെതർ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചതിനായിട്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ ഒരു റൗട്ടർ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പഴയ രീതിയിൽ നമുക്ക് വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് തന്നെ കോൺഫിഗർ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് ആർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് TP-Linkനുള്ളത്. ശരിക്കും പറഞ്ഞാൽ TP-Linkനെ ഈ റൗട്ടറിൻ്റെ കാര്യത്തിൽ ഇത്രയും മുന്നിലെത്തിച്ചാൽ ശരിക്കും അതും കൂടി ഒരു ഘടകമാണ്. ഇത്രയും ഇതിൻ്റെ ഗുണങ്ങളായിരുന്നു. ഇനി പോരായ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ പോരായ്മകൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ USB പോർട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന റൗട്ടറുകളിലൊന്നും സാധാരണ USB പോർട്ട് ഉണ്ടാവാറില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതായത് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു നല്ല റൗട്ടർ ഉണ്ട്, പിന്നെ ഈ വൈഫൈയുടെ കവറേജ് അല്ലാന്നുണ്ടെങ്കിൽ റേഞ്ചാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങണമെന്നില്ല.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മളൊരു എൻ റൗട്ടറുമായിട്ട് റേഞ്ചിൽ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ കാണാൻ പോകുന്നില്ല. നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് ഒരു 200-300 Mbps മുകളിലാണ്. നമുക്ക് ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആർച്ചർ C6 നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡ്യുവൽ ബാൻഡുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.4 GHz 5 GHz സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.4 GHz നമുക്ക് അകലെയുള്ള ഡിവൈസസും അതുപോലെ തന്നെ 5 GHz നമുക്ക് അടുത്തുള്ള ഡിവൈസുകളും സെപ്പറേറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് ലാഗ് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സ്പീഡ് വേണ്ട ഡിവൈസുകൾ ഏത്, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ ഡിവൈസുകൾ ഏത്, അതിലേതിലേക്കാണ് സ്പീഡ് കൂടുതൽ പോകേണ്ടത്, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇതിൽ. ഓൺലൈൻ ഗെയിമിങ്ങിന് ലൈവ് പോകാനായിട്ട് അതുപോലെ തന്നെ വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞ TP-Linkന്റെ ആർച്ചർ C6 എന്ന് പറഞ്ഞ റൗട്ടർ. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കണക്ഷൻ ഒരു ഗിഗാബിറ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ മാത്രം നിങ്ങളൊരു AX റൗട്ടറിനെ കുറിച്ച്, അതായത് ഒരു Wi-Fi 6 റൗട്ടറിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ Wi-Fi 6 റൗട്ടർ അഥവാ AX റൗട്ടർ എന്ന് പറയുന്നത് ഏകദേശം 10,000 രൂപയിൽ മേലെ വില വരും. നമ്മുടെ കണക്ഷൻ സാധാ ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ AX റൗട്ടർ വെച്ചുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് കണക്ഷൻ സ്പീഡിനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സ്പീഡിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. 3000 രൂപ പ്രൈസ് റേഞ്ചിനുള്ളിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് AC റൗട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് TP-Link ആർച്ചർ C6 ആണെന്നാണ്. കാരണം അടിപൊളി പെർഫോമൻസ് ആണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല, സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, ഇപ്പോൾ ഷവോമിയുടെ AC റൗട്ടറൊക്കെ നമുക്ക് 2000 രൂപ താഴെ കിട്ടും, അപ്പോൾ അത് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഷവോമി അത്ര താല്പര്യമില്ല. റൗട്ടറിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് TP-Link തന്നെയാണ്. അടിപൊളി പെർഫോമൻസ് ആണ്. ആർക്കെങ്കിലും ഒരു നല്ല AC റൗട്ടർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ TP-Link ആർച്ചർ C6 ധൈര്യമായിട്ട് വാങ്ങിക്കാം. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.